ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നും കുറച്ച് ഓർഡേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നു. ഓർഡേഴ്സ് എന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ പെരുന്നാളിൻ്റെ ഭയങ്കര തിരക്കാണ് ഗീസ്, ഒന്നും പറയണ്ട. മുന്നേ അടുത്ത ഓർഡേഴ്സാണ്. പക്ഷേ ലാസ്റ്റ് ടൈം ആവാം നമുക്ക് ഇതുപോലെ ചൂടാണ്, ഭയങ്കര പാടാണ് കേട്ടോ. ഇതിപ്പോൾ 4 കിലോന് കൊട്ടയപ്പത്തിൻ്റെ ഓർഡറാണ് കേട്ടോ ചൂടെന്നുള്ളത്. അപ്പോൾ ഭയങ്കര വെച്ചെങ്കിൽ കൊട്ടയപ്പം എന്ന് വെച്ചെങ്കിൽ ഒന്നൊന്നര പണിയുള്ള കൊട്ടയപ്പാണ്. ഞാനിപ്പം വിചാരിക്കലുണ്ട് ഇതൊക്കെ ഈ നോമ്പ് നോക്കിയിട്ട് എങ്ങനെ ഇപ്പം എല്ലാവരും ചുടല്, എങ്ങനെ ചുടല്, നോമ്പ് നോക്കുന്നുണ്ടായില്ല, അല്ലെങ്കിൽ നോമ്പ് നോക്കിയിട്ട് ചുടാൻ കഴിയുക എന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ നോമ്പ് നോക്കാതെയും ചുടാൻ പറ്റൂട്ടാ, നോമ്പ് നോക്കിയിട്ടും ചുടാൻ പറ്റൂട്ടാ. ഭയങ്കര പാടാണ്. പഠിച്ചോനെ അതിനുള്ള കൂടി നമുക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം വിയർത്ത് പണിയെടുക്കുന്ന ആളെ നബിക്ക് ഇഷ്ടമെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അതുപോലെ വിയർത്ത് തടി അണിഞ്ഞിട്ടെടുക്കുന്ന പണിയാണ് കേട്ടോ ഇത്. ഈ കൊട്ടയപ്പത്തിൻ്റെ പണി ഒന്നൊന്നര പണിയാണ്. പക്ഷേ ഉണ്ടാക്കിയിട്ട് ഫിനിഷായി കാണുമ്പോൾ നല്ല രസം കേട്ടോ. അപ്പോൾ അതിനും വേണ്ടിയിട്ട് ഞാനൊരു 18 മുട്ട എടുത്തിട്ടുണ്ട് ഗൈസ്. അങ്ങനെ 18 മുട്ട വെച്ചിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നുള്ളത്. മുട്ടയും പഞ്ചസാരയും മൈദയും മാത്രമാണ്, ഒരു തുള്ളി വെള്ളം പോലും കൂട്ടുന്നില്ല കേട്ടോ. കാരണം ഒരു തുള്ളി വെള്ളം കൂട്ടിക്കുന്നത് ശരിയാവില്ല. അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഇത് വെള്ളം കൂട്ടാണ്ട് ഇങ്ങനെ ചൂടുന്നുള്ളത്. ഇത് കുഴച്ചെടുക്കാൻ പെടുന്ന പാട്. പിന്നെ കട്ടാക്കുമ്പോൾ പിള്ളമാരൊക്കെ മുറിച്ചെടുക്കുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ തുടങ്ങിയ കേട്ടോ. ലാസ്റ്റ് ഞങ്ങൾക്ക് തന്നെ പണി കിട്ടി, ആരും കൂടിയില്ല കേട്ടോ. കൂടെ വെച്ചാൽ പിള്ളേർക്ക് പറ്റുന്നില്ല കേട്ടോ. അവർ കട്ടാക്കിയാൽ ഒന്നും ശരിയാകുന്നില്ല. അപ്പോൾ പിന്നെ ഒറ്റയ്ക്ക് തന്നെ ചൂണ്ടി വന്ന് പിന്നെ കുഴച്ചെടുക്കാനൊക്കെ ആളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കട്ടാക്കാനും ഞങ്ങൾ 2 മാത്രമേ കട്ടാക്കിയിട്ടുള്ളൂ. എല്ലാവരും ഒന്നിച്ച് കട്ടാക്കുമ്പോൾ അത് വൃത്തികേടാകണ്ടെന്ന് വെച്ച് ഞങ്ങൾ 2 പേര് കട്ടാക്കിയതും 2 ആളത്തിൽ എണ്ണ കിട്ടതാണ് കേട്ടോ. അങ്ങനെ ഏകദേശം കുറച്ചേ ആക്കിയിട്ട് ഇതുപോലെ ആക്കിയിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അത് ഈസി ആയിട്ട് ചുട്ടെടുക്കാൻ പറ്റുന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. ഈസി ആക്കിയിട്ട് വരുമാനമല്ല, ഇത് കുറേ കഷ്ടപ്പെട്ടിട്ടുള്ളൊരു വരുമാനം ഉണ്ടാക്കലാണ് കേട്ടോ. അപ്പോൾ എല്ലാം കുഴച്ചെടുത്തിട്ട് ചെറിയ കുഞ്ഞിത് ഇതുപോലത്തെ ഉരുളകളാക്കിയിട്ടില്ലേ ഞാൻ സെയിം ചട്ടിയിലൊക്കെ തന്നെ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിനെ നല്ല പാങ്ങല നൈസാക്കിയിട്ട് പരത്തിയെടുക്കണം കേട്ടോ. നല്ലോണം ചപ്പാത്തി പരത്തുന്ന പോലെയല്ല, ഏകദേശം ആ ഒരു പരുവത്തിലാക്കിയിട്ട് ഇതുപോലെ പരത്തിയെടുക്കണം കേട്ടോ. എന്നിട്ട് കുപ്പീൻ്റെ അടുപ്പില്ലേ അതിൻ്റെ ടോപ്പ് വെച്ചിട്ട് ചെറിയ ഇതുപോലെ മൂണ് പോലെ അല്ലേ, ഹാഫ് മൂണെന്ന് പറയും, ഇതുപോലെ ആക്കിയിട്ട് കട്ടാക്കിയിട്ട് എടുക്കണ്ട. ഇത് പരത്തുമ്പോൾ അല്ലേ മാക്സിമം നൈസായ എത്രയില്ലേ നല്ല രസം ഉണ്ടാവും കാണാൻ. തിക്കായെങ്കിൽ നമുക്ക് വെന്ത് കിട്ടാൻ പാടാണ്. ഇതൊക്കെ നോമ്പ് സ്റ്റാർട്ടിങ് തന്നെ കിട്ടിയ ഓർഡറാണ് കേട്ടോ. പിന്നെ ഇത് മുന്നേ ചുട്ടു വെക്കേണ്ട വെച്ച് ലാസ്റ്റ് ആകുമ്പോൾ ചുടാന്ന് വെച്ച് ലാസ്റ്റ് ആകുമ്പോൾ ഇപ്പോൾ വിളിച്ചായിരിക്കും ഓർഡർ എടുക്കാൻ പറ്റിയിട്ടാ. കാരണം വെച്ചാൽ നോമ്പ് 20 ആകുമ്പോൾ ഞാൻ ക്ലോസ് ആക്കിയെന്ന് എല്ലാവരോടും പറഞ്ഞായിരുന്നു. കാരണം ഇപ്പോൾ ചെറിയ ഓർഡേഴ്സ് എടുത്തിട്ടാണ്. കാരണം ബേജാറുണ്ട് കേട്ടോ, അഹങ്കാരം കൊണ്ട് പറയല്ല, എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. കാരണം എല്ലാവരും ഏറ്റെടുത്ത് ചൂടാൻ പറ്റില്ലെങ്കിൽ അതും കൂടി ഒരു ടെൻഷനാകുന്നുണ്ട്. ഇതിങ്ങനെ കട്ടാക്കി എടുക്കാൻ വലിയ പാടില്ല കേട്ടോ, ഇത് കുഴച്ചെടുക്കാനാണ് പാട്. ആ മിക്സിങ്ങില്ലേ, ആ മിക്സിങ്ങിനാണ് പാട്. അങ്ങനെ ഇതുപോലത്തെ ബോട്ടിലിൻ്റെ മൂട് വെച്ചിട്ട് ഇങ്ങനെ കട്ടാക്കി എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് പിന്നെ എണ്ണയ്ക്ക് ഇടാൻ വലിയ പാടില്ല കേട്ടോ. ഈ കുഴച്ചെടുക്കുന്നത് ഈ മിക്സിങ്ങില്ലേ ഇതാണ് ഏറ്റവും വലിയ പാട്. അപ്പോൾ ഇതുപോലത്തെ ചെറിയ പാത്രത്തിലാക്കിയിട്ടില്ലേ ഇങ്ങനെ ആക്കിയിട്ട് വെക്കുന്ന കേട്ടോ. ഒട്ടിപ്പിടിക്കൽ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇതിനെ കൊണ്ട് വരുന്നില്ല കേട്ടോ. പിന്നെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞെങ്കിൽ എണ്ണയിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ ഒരു 10-12 പാത്രത്തിലാക്കിയിട്ട് ഇതുപോലെ ഞാൻ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓരോരോ ആൾക്കാർ ഓരോരോന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുപ്പിന് പണി കിട്ടിയെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അത് പുറത്ത് ഉണ്ടാക്കിയിട്ടാണ് ചൂടെന്നുള്ളത്. പുറത്ത് 2 കല്ല് വെച്ചിട്ട് അടുപ്പ് കൂട്ടിയിട്ടാണ് ഞാൻ ചൂടുന്നുള്ളത്. മടുപ്പൊന്നുമില്ല, എന്നാലും ഞാൻ ഉള്ളിൽ നിന്ന് നേരെ ചൂടുന്നുണ്ടായതാണ്. ആരോ എന്തോ പറഞ്ഞ് അങ്ങനെ അത് ഇല്ലാതെയായി. അങ്ങനെ സാരില്ല, വിട്ടു കൊടുക്കാൻ നമ്മൾ തയ്യാറല്ലല്ലോ. അങ്ങനെ പുറത്ത് അടുപ്പ് ഇട്ടിട്ട് ഇതുപോലെ ചുട്ടെടുക്കുന്ന കേട്ടോ. ചൂടാൻ നല്ല രസമാണ് കേട്ടോ. മടിയാണെന്നുണ്ടെങ്കിലും ചൂടാൻ ഭയങ്കര രസമാകുന്നുണ്ട്. ഞമ്മന്നെ ഉണ്ടാക്കിയിട്ട് ഞമ്മന്നെ കൊടുക്കുമ്പോൾ അതൊരു പാങ്ങ് വേറെ തന്നെയല്ലേ. നമ്മൾ പുറത്തുനിന്ന് പൈസ കൊടുത്തിട്ട് വാങ്ങുമ്പോൾ ആർക്കും ആ പാങ്ങ് കിട്ടില്ല. ഞമ്മന്നെ ചുട്ടിട്ട് തിന്നുമ്പോൾ ഒരു പാങ്ങ് വേറെ തന്നെ കേട്ടോ. അപ്പോൾ നോമ്പിന് മാക്സിമം ഈ പെരുന്നാളിന് മാക്സിമം ഉണ്ടാക്കാൻ പറ്റുന്ന ആൾ ഉണ്ടാക്കട്ടെ, അതൊരു സുഖം വേറെ തന്നെയാണ്. വീട്ടിലുണ്ടാക്കിയിട്ട് ചുടുന്ന അപ്പം അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ മാക്സിമം വാങ്ങാതെ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഈസി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ റെസിപ്പി വീഡിയോ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, കയറി ചെക്ക് ചെയ്യുക, ആവശ്യമുള്ളവരൊന്ന് നോക്കട്ടെ. എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് പാക്കിങ്ങും ഭയങ്കര പാട്ടാണ്. മുന്നേയൊക്കെ എനിക്ക് പാക്കിംഗ് ഒക്കെ ഒന്നും വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടാണ്. ഇപ്പോൾ കാരണം അപ്പം ചുട്ടിട്ട് മടുത്ത് എന്ന് പറയുന്നില്ല. രാവിലെ അത്തായം വെച്ചിട്ട് ഉറങ്ങാനൊന്നും ടൈം കിട്ടില്ല കേട്ടോ. ഇപ്പോൾ അത്തായം വെച്ചിട്ടും തുടങ്ങിയിട്ട് വൈകുന്നേരം വരെ പണിയാണ്. പിന്നെ നിസ്കാരത്തിൻ്റെ സമയം മാത്രം കേട്ടോ ഫ്രീ ഉണ്ടാകുന്നുള്ളത്. കാരണം ഓർഡേഴ്സ് ഇതുപോലെ എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റാക്കിയിട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ വീഡിയോസിൽ വരാൻ ആർക്കും താല്പര്യമില്ലാത്തതുകൊണ്ട് കേട്ടോ പാക്കിങ് ഞാൻ തന്നെ ചെയ്യുന്നുള്ളത്. ചുടാനൊക്കെ എല്ലാവരും ഉണ്ടാകുന്നുണ്ട്. 3-4 ആൾ ഒന്നിച്ചാട്ടെ നമ്മൾ ചുടുന്നുള്ളത്, ഒറ്റയ്ക്കല്ല ഇതൊന്നും ചുടുന്നുള്ളത്. ആരും ഒറ്റയ്ക്കൊന്നും വിചാരിക്കേണ്ട, ഒറ്റയ്ക്ക് ചുടാൻ പറ്റില്ല എന്ന് എല്ലാവർക്കും അറിയട്ടെ. ഇത് ഒറ്റ ദിവസം കൊണ്ട് ചുട്ട് തീർത്തിയാട്ടെ ഇത്ര അപ്പം. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ആർക്കും ഉണ്ടാക്കിയിട്ട് സെയിൽസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഉണ്ടാക്കിയിട്ട് സെയിൽസ് ചെയ്യാൻ നല്ലൊരു വരുമാന മാർഗ്ഗം തന്നെ കേട്ടോ. കാരണം നമ്മൾ ഈ ഓർഡർ എടുക്കാതെ വെച്ചെങ്കിൽ നോമ്പ് 20 ആകുമ്പോൾ നമ്മളെല്ലാം ക്ലോസ് ആക്കിയെന്ന് പറഞ്ഞു വെച്ചെങ്കിൽ നമ്മൾ മുന്നേ എടുത്ത ഓർഡർ തന്നെ നമുക്ക് തീർത്ത് കൊടുക്കാൻ പാടാണ്. പിന്നെ അതുമല്ല നമ്മൾ കാസർഗോഡ് ജില്ല മാത്രമല്ല കേട്ടോ കൊടുക്കുന്നുണ്ട്, പുറത്ത് കൊടുക്കുന്നുണ്ട്. ദുബൈക്ക് പോകുന്ന കൊടുത്തു വിടുന്നുണ്ട്. അതല്ലാതെ
ഈ മലപ്പുറം കോഴിക്കോട് അങ്ങനെയും അതുപോലത്തെ സ്ഥലങ്ങളും കൊടുത്തു വിടുന്നത് കൊണ്ട് നമുക്ക് കുറച്ച് പാടാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ മുന്നേ എടുത്ത ഓർഡേഴ്സ് മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇൻഷാല്ല ഇനിയും ഓർഡേഴ്സ് തരുന്നവരോ 10 ഡേയ്സ് മുന്നേ ഓർഡർ തരാൻ ശ്രമിക്കട്ടെ. കാരണം എന്താ വെച്ചെങ്കിൽ ഇതിപ്പോൾ സീസൺ സമയമായത് കൊണ്ടാണ് ഇങ്ങനെ ബിസി ആയിപ്പോയത്. അല്ല നമ്മൾ ഇത്ര തിരക്കുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടൊന്നും കേട്ടോ. എല്ലാ ഓർഡറും ക്യാൻസൽ തന്നെ കേട്ടോ. അതെന്ന് വെച്ചെങ്കിൽ പറ്റാത്തതുകൊണ്ട് തന്നെ കേട്ടോ. താത്ത വിളിച്ചിട്ട് പറയുമ്പോൾ നമുക്ക് വിഷമമായിട്ടാണ്. എന്താ വെച്ചാൽ 1 കിലോ ഒന്നും തരാൻ പറ്റുമോ എന്ന് ഞാൻ എന്ത് പറയാനാ. ലാസ്റ്റ് ഞാൻ ഒത്തിട്ടാ. അങ്ങനെ ലാസ്റ്റ് തരാൻ പറ്റുവാണെങ്കിൽ തരാൻ പറഞ്ഞിട്ടാണ് ഒത്ത്. കാരണം ഫുള്ളായിട്ട് ഒത്തിട്ടില്ല, ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. പറ്റുവാണെങ്കിൽ തരാമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ഒത്ത് നമുക്ക് കൊടുത്തില്ല, അതൊരു ടെൻഷനല്ലേ. അതുകൊണ്ട് നമ്മൾ എടുക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. പിന്നെ അതല്ല നമുക്ക് ഇനി നമുക്ക് അതിൻ്റേതായ കുറച്ച് ബിസിയും കാര്യങ്ങളുണ്ട്. ഓരോ ദിവസം ഓരോരുത്തർ അപ്പം ചുടുന്ന കേട്ടോ. അപ്പം ഇന്നലെ സൊറോട്ട് ചുട്ടായിരുന്നു കേട്ടോ. അതും ഹോൾസെയിലായിട്ടുള്ള ഓർഡേഴ്സ് തന്നെ ആയിട്ടുണ്ടായിരുന്നത്. ഇനിയും അതുപോലത്തെ ഓർഡേഴ്സ് ഇനിയും 5-8 കിലോന് അപ്പത്തിൻ്റെ ഓർഡർ ഉണ്ട്. പിന്നെ പൊരിയപ്പം, പിന്നെ ബാട്ടുവത്തൽ, കടലപ്പം എല്ലാത്തിൻ്റെ ഓർഡേഴ്സ് ഉണ്ട് കേട്ടോ. ഒന്നും ചുട്ടില്ല, ചുടാനുള്ള ടൈമില്ല. ഇതുപോലത്തെ അപ്പോൾ നമ്മൾ ചുട്ടിട്ട് പാക്കാക്കാനൊക്കെ ടൈം ഉണ്ടാകുന്നില്ല കേട്ടോ. ആ സ്പോട്ടിന് തന്നെ ആൾ വന്നിട്ട് കൊണ്ടുപോകുന്നുണ്ട്. വെച്ചെങ്കിൽ ആയോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഇങ്ങനെ ഡേറ്റ് പറഞ്ഞിട്ട് കൊടുക്കുന്നതുകൊണ്ട് പിന്നെയും കൂടി ഒരു സമാധാനമാണ്. ആ സമയം വേണ്ടി തരയില്ലാന്ന് തന്നെ പറയുന്നുണ്ട് കേട്ടോ. അത്രക്കും ബിസിയാണ്. കാരണം എന്തോന്നറിയില്ല. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ എല്ലാവരും പുറത്തുനിന്നൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് ടൈം കേട്ടോ ഇതുപോലത്തെ അപ്പം ചുടുന്നത്. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് വെറുതെ ഒരു കണ്ടൻറ്റിന് വേണ്ടിയിട്ട് അപ്പം ഉണ്ടാക്കിയിട്ട് കൊടുത്ത് അതും വീഡിയോ ചെയ്ത് അത് നല്ല വ്യൂസായി. പിന്നെ അത് കണ്ടിട്ട് യൂട്യൂബ് ചാനലിൽ കണ്ടിട്ട് വീണ്ടും ആൾക്കാർ ഓരോന്നോരോന്ന് ചോദിച്ചിട്ടാണ് ഉണ്ടാക്കി കൊടുത്തത്. അല്ലാതെ ഒരു ബിസിനസ് ആക്കിയിട്ട് എടുക്കണം എന്ന് വെച്ചിട്ടോ അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റിയിൽ ഞാൻ ചുട്ട് കൊടുക്കുന്നില്ല കേട്ടോ. കാരണം ഒരു യൂട്യൂബിലൊരു വീഡിയോ ഇട്ടത് കൊണ്ട് കുറേ പേര് ചോദിച്ചു, പിന്നെ ഒന്ന് ചുട്ട് കൊടുക്കാൻ വെച്ചു. അങ്ങനെ ഇത് ഇപ്പോൾ 4-5 മാസമായി, 5-6 മാസം കഴിഞ്ഞ കേട്ടോ ഇതുപോലത്തെ അപ്പങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങിയത്. അച്ചാറിനും ഇതുപോലത്തെ അപ്പത്തിനും ഭയങ്കര ഡിമാൻഡാണ്. കാസർഗോഡ് ആൾക്ക് എല്ലാവർക്കും അറിയാം കേട്ടോ. എന്തെങ്കിലും കാസർഗോഡ് ആളും ചോദിക്കുന്നുണ്ട്. ചുട്ടിട്ട് മുന്നത്തെ അത്ര മടുപ്പില്ല എന്നുണ്ടെങ്കിലേ നോമ്പിൻ്റെ സമയമായതുകൊണ്ട് കേട്ടോ കുറച്ച് ബുദ്ധിമുട്ട്. കാരണം എണ്ണേനടുത്തൊക്കെ നിൽക്കുമ്പോൾ ഇല്ല തല ഇറക്ക വരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെ ഇരുന്നിട്ട് ചുടുമ്പോൾ ഇല്ല പുറം വേദന അങ്ങനെയൊക്കെ ആണെന്നുകൊണ്ടാണ് കേട്ടോ ഭയങ്കര പാടാകുന്നുണ്ട്. അല്ലാണ്ട് പിന്നെ ഓർഡർ ക്ലോസ് ആയി എന്ന് പറഞ്ഞുകൊണ്ട് ആരൊന്നും വിചാരിക്കണ്ട. പിന്നെയാണെങ്കിൽ സഹിക്കാൻ പറ്റാത്ത ചൂട് കേട്ടോ. മഴയുടെ 2 ദിവസം പെയ്തതിന് ശേഷം ഭയങ്കര ചൂടാണ്. ഇപ്പോൾ ഞാൻ പാക്ക് ചെയ്യുന്നോട്ടെ പുറത്താണ് കേട്ടോ. കാരണം വെച്ചാൽ ഉള്ളിൽ നിന്ന് പാക്ക് ചെയ്യാനേ പറ്റുന്നില്ല. ഫാൻ ഇട്ടിട്ട് പാക്ക് ചെയ്യുമ്പോഴൊക്കെ ഇതിങ്ങനെ പാറി പോകുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാകുന്നുണ്ട്. അപ്പോൾ പുറത്താണെങ്കിൽ നല്ല കാറ്റാണ് കേട്ടോ. അപ്പോൾ ഈ കാറ്റത്ത് ഇരുന്നിട്ട് പാക്ക് ചെയ്യാന്നിട്ടാണ് പുറത്ത് കൊണ്ടുവന്നിട്ട് പാക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇനിയും ഇതുപോലത്തെ ഓർഡേഴ്സ് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് മെസ്സേജ് ഇട്ടാൽ മതി. പെരുന്നാൾ കഴിഞ്ഞിട്ട് കുറേ ഓർഡേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഇൻഷാല്ലാ ബൈനോമ്പ് കഴിഞ്ഞിട്ടുള്ള ഓർഡേഴ്സാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചുട്ടുതരുന്നൊന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ആ ബൈനോമ്പ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ചുട്ട് തരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ ഓർഡേഴ്സ് ആവശ്യമുണ്ടെങ്കിൽ 10-15 ദിവസം മുന്നെങ്കിലും ഒന്ന് ഓർഡർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം പെട്ടെന്ന് പറയുമ്പോൾ നമുക്ക് സാധനം എത്തിക്കാനും ഇപ്പോൾ നോമ്പിനൊക്കെ ടൗണിൽ പോയി ഒരു സാധനം പർച്ചേസിങ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത്ര റഷാണ് കേട്ടോ പോയിട്ട് വരാനൊക്കെ. നമ്മൾ വിചാരിച്ച ടൈമിൽ ഇപ്പോൾ അരമണിക്കൂറിൽ പോയിട്ട് വരാമെന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് 1.5 മണിക്കൂർ ആവശ്യം വരുന്നുണ്ട്. അത്ര റഷാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പറയുന്നുള്ളത്. ഫൈനലി എല്ലാ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് സീലടിക്കുന്നതിന് മുന്നേ ഒന്ന് കറക്റ്റായാവുന്നൊന്ന് ചെക്ക് ചെയ്യുന്നത് കേട്ടോ. 5 കിലോ പറഞ്ഞെങ്കിൽ 5 കിലോ കറക്റ്റ് ആയില്ലെങ്കിൽ നമുക്കൊരു ടെൻഷനല്ലേ. ഇനി ആദ്യം ഇത് ഉണ്ടാക്കാൻ അത്രയും കൂടി പാടാണ് കേട്ടോ. അപ്പോൾ ഒന്ന് കറക്റ്റായാൽ എന്നിട്ട് അളവ് കറക്റ്റ് ആക്കുന്ന കേട്ടോ. പ്രശ്നമില്ല. ഒരു 1/2 കിലോ വരെ അധികമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊരു ടെൻഷനില്ല. കുറഞ്ഞു പോയെങ്കിൽ കേട്ടോ ബുദ്ധിമുട്ട്. 1/2 കിലോ അധികമായെങ്കിൽ പ്രശ്നമില്ല വെച്ചിട്ട് ഏകദേശം എല്ലാ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫുൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നതാണ്. ഈ ചുടുന്നതൊക്കെ നിങ്ങളിപ്പോൾ വീഡിയോ എടുക്കുന്ന എന്തിനാണെന്ന് ചോദിക്കണം കേട്ടോ. അതെനിക്ക് വീഡിയോ ഇട്ടില്ലെങ്കിൽ ഒരു അടിങ്ങേറാണ് കേട്ടോ. കാരണം ഇട്ടിട്ട് തന്നെ എന്തോ അതൊരു ഇതുപോലെ ആയിപ്പോയി. ഒരു ദിവസം ഇട്ടില്ലെങ്കിൽ ഭയങ്കര ടെൻഷൻ പോലെ ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോയും കൂടി ചെയ്യുന്നുള്ളത്. അതൊരു സുഖം കേട്ടോ. വീഡിയോ ചെയ്തിട്ട് നിങ്ങൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുമ്പോൾ അതൊരു സുഖം വേറെ തന്നെ കേട്ടോ. ചൂട് കാലമായത് മാത്രമാണ് കേട്ടോ ഇതുപോലത്തെ ബുദ്ധിമുട്ടായത്. ചൂട് ഭയങ്കര ചൂട് എന്നിട്ട് സഹിക്കാൻ പറ്റാത്ത ചൂടാണ് കേട്ടോ. പിന്നെ ഈ അടുപ്പിനടുത്തൊക്കെ നിൽക്കുമ്പോഴുള്ള അവസ്ഥ ആർക്കും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഇതുപോലത്തെ ഞാൻ എപ്പം വിചാരിക്കുന്നുണ്ട് ഈ പുറത്ത് റോഡിൻ്റെ പണിയെടുക്കുന്നവർ ഹോട്ടൽ പണിയെടുക്കുന്നതൊക്കെ ഇപ്പോൾ ഞാൻ എപ്പം വിചാരിക്കലുണ്ട് എങ്ങനെയാണ് കേട്ടോ ഈ ചൂടിന് അവർ പണിയെടുക്കണമെന്ന്. കാരണം നമ്മളിപ്പോൾ അനുഭവിച്ചറിഞ്ഞേട്ടോ. ഇതൊക്കെ ഓരോരോ അനുഭവത്തിലൂടെ മാത്രമായിട്ട് എല്ലാവർക്കും മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ ആർക്കും ഉണ്ടാക്കിയിട്ട് സെയിൽസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കിയിട്ട് സെയിൽസ് ചെയ്യുക. അപ്പോൾ ഇതാ ഏകദേശം എൻ്റെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നുട്ടാ. ഇത് കൊടുക്കാനുള്ളവർക്ക് കറക്റ്റാക്കിയിട്ട് കൊടുക്കണ്ടേ. എല്ലാം 250 പാക്കറ്റാക്കിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. കുറേ 1/2 കിലോൻ്റെ 500 ഗ്രാമിൻ്റെ പേക്കും ആക്കിയിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ആയില്ലെങ്കിൽ ടെൻഷൻ അല്ലേ എന്ന് വെച്ചിട്ട് ഞാൻ എല്ലാം കറക്റ്റായിട്ടാകുമ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ. പിന്നെ വീടിൻ്റെ മുന്നിൽ വരാനായിരിക്കും താല്പര്യമില്ലാത്തതുകൊണ്ട് വീട് ഞാൻ തന്നെ പാക്ക് ചെയ്തിട്ടാ. ചൂടാനൊക്കെ എല്ലാവരും ഉണ്ടായിട്ടുണ്ടായിന്. അപ്പോൾ എല്ലാം ഏകദേശം എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ടാകുമ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി കഴിഞ്ഞിട്ട് എന്നെ ഉള്ളിലേക്ക് എടുത്ത് കൊണ്ടൊക്കലാണ്. ഇനി അത് സീൽ ചെയ്യണം കേട്ടോ. അപ്പോൾ ഉള്ളിലേക്ക് എടുത്ത് വെച്ചിട്ട് അത് സീൽ ചെയ്ത്, കാരണം പുറത്ത് പ്ലഗ് ഇല്ലാത്ത കാരണം ഉള്ളിൽ തന്നെ കേട്ടോ സീൽ ചെയ്തിട്ടുണ്ടായത്. ഇനിയിപ്പോൾ ഇത് സീൽ ചെയ്തതിന് ശേഷം കൊടുത്തു വിടാനുള്ളവർക്ക് എല്ലാം വേറെ സെപ്പറേറ്റ് കവറിലാക്കിയിട്ട് വെക്കണം. ഇതൊരു ഐറ്റം മാത്രമല്ല കേട്ടോ. ഇതിനൊന്ന് സൊറോട്ട്, പിന്നെ നെയ്യട,
പൊരിയപ്പം കടലപ്പം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോ ഐറ്റംസ് അപ്പം ഒരാൾക്ക് ഇങ്ങനെ ഒരാൾക്ക് ചുടുന്നതിന് പകരം ഒറ്റയടിക്ക് ഇങ്ങനെ ഇതുപോലത്തെ അപ്പം ചുട്ടാണ് കേട്ടോ. അപ്പം ആരും മറക്കരുത്. ഓർഡേഴ്സ് ആവശ്യമുള്ള ഒരു 10 ദിവസം മുന്നേ ഒന്ന് ഓർഡർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കട്ടെ. പിന്നെ കുറേ പേര് അച്ചാറിൻ്റെ റെസിപ്പി ചോദിച്ചായിരുന്നു. അപ്പോൾ അച്ചാറിൻ്റെ റെസിപ്പി ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഒന്ന് കയറി ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടില്ല, നല്ല കുഞ്ഞു കുഞ്ഞു പേക്കാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള പാക്കിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എത്ര മാസം വരെ നിൽക്കുന്നു കുറേ പേര് ചോദിച്ചായിരുന്നു കേട്ടോ. നല്ല അടിച്ചെറുപ്പുള്ള പാത്രത്തിൽ വെച്ചാലില്ലേ ഒരു 4-5 മാസം വരെ ഒരു കേട് വരാതെ നിൽക്കും കേട്ടോ. കാരണം അത്രക്കും നല്ല സ്ട്രോങ് ആയിട്ടുള്ള അപ്പമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാ ഞാൻ 1 കിലോൻ്റെ പാക്കറ്റൊക്കെ 250 ഗ്രാമിന് ആക്കിയാണ് കേട്ടോ. എന്ന് വെച്ചെങ്കിൽ ഈ കുറേ പേര് ചോദിച്ചതിനിടെ 250 ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പാക്ക് വേണമെന്ന് കേട്ടോ. അപ്പോൾ എല്ലാം എടുത്ത് സെറ്റാക്കി വെച്ചെങ്കിൽ പണി തീർന്നല്ലേ എന്ന് വെച്ചിട്ട് ഞാൻ ഒരാൾക്ക് കൊടുക്കാനുള്ളത് വേറെ കവറിൽ ചെയ്ത് വെക്കലാണ്. പിന്നെ കൊറിയർ കൊടുത്തുള്ളത് നാളെയാണ് കേട്ടോ അതിൻ്റെ ഇത്. അപ്പോൾ അതിൻ്റെ പണി നാളെ എടുക്കണം. എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വീണ്ടും വരും. അതുവരേക്കും ബായ്.